ചാന്തോഗ്യ ഉപനിഷത്തിൽ നിന്നും എടുത്തിട്ടുള്ള വാക്കാണ് ഇത്. മഹാവാക്യങ്ങളിൽ ഒന്നാണ് ഇത്. തത്വം അസി എന്ന വാക്കുകൾ ചേർന്നാണ് തത്വമസി രൂപം കൊണ്ടത്. അത് നീയാകുന്നു, ഈശ്വരൻ നീ തന്നെയാണ് എന്ന് അർത്ഥം. കേരളത്തിൽ ശബരിമല അടക്കമുള്ള പല ക്ഷേത്രങ്ങളിലും ഈ മഹാവാക്യം എഴുതി വെച്ചിട്ടുണ്ട്. സത്യം ശിവം സുന്ദരം യജുർവേദത്തിന്റെ തൈത്തിരീയ ഉപനിഷത്തിന്റെ ഭാഗമായ കഠോപനിഷത്തിൽ നിന്നും എടുത്തിട്ടുള്ള വാക്കാണിത്. ദൈവം സത്യമുള്ളവനും വലിയവനും സൗന്ദര്യമുള്ളവനുമാണെന്നാണ് ഈ മുദ്രാവാചകത്തിന്റെ അർത്ഥം. ദൂരദർശന്റെ മുദ്രാവാചകമായി ഇത് ഉപയോഗിക്കുന്നു. മൃദുഭാവേ ദൃഢകൃത്യം. ഇതിന്റെ അർത്ഥം ഭാവത്തിൽ മൃദുത്വവും കർമ്മത്തിൽ ദൃഢതയും പുലർത്തുക എന്നതാണ്. ഇത് കേരള പോലീസിന്റെ ആപ്തവാക്യമാണ്. പ്രജ്ഞാനം ബ്രഹ്മ. ഇത് സംസ്കൃത മഹാവാക്യങ്ങളിൽ ഒന്നാണ്. ഋഗ്വേദത്തിൽ നിന്നും എടുത്തിട്ടുള്ള മഹാവാക്യമാണ് ഇത്. വിശിഷ്ടമായ ജ്ഞാനത്തെ തിരിച്ചറിയുന്നത് ബ്രഹ്മത്തെ തിരിച്ചറിയുന്നത് തുല്യമാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. നവോദയ വിദ്യാലയങ്ങളുടെ മുദ്രാവാചകമായി ഈ മഹാവാക്യം ഉപയോഗിക്കുന്നു. ശരീരമാദ്യം ഖലു ധർമ്മസാധനം. കുമാരസംഭവത്തിൽ ശിവൻ പാർവതിയോട് പറയുന്ന വാക്കാണിത്. നാം ധർമ്മം അഥവാ നീതി അനുഷ്ഠിക്കേണ്ടത് നമ്മളുടെ ശരീരത്തോടാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെ മുദ്രാവാചകമായി ഇത് ഉപയോഗിക്കുന്നു. വിദ്യാധനം സർവധനാത് പ്രധാനം. അറിവിനെ കുറിച്ച് പരാമർശിക്കുന്ന ഒരു സംസ്കൃത ശ്ലോകത്തിന്റെ വരിയാണിത്. എല്ലാ ധനത്തെക്കാളും വലുത് അറിവെന്ന ധനമാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. അഹർനിശം സേവാമഹേ. ഞങ്ങൾ രാവും പകലും നിങ്ങളെ സേവിക്കുന്നു, അല്ലെങ്കിൽ ഞങ്ങൾ സദാസമയം നിങ്ങൾക്ക് സേവനം നൽകുന്നു എന്നതാണ് ഈ വാചകത്തിന്റെ അർത്ഥം. തപാൽ, ടെലഗ്രാഫ് വകുപ്പ്, മിലിറ്ററി, എഞ്ചിനീയർ സേവനങ്ങളുടെ മുദ്രാവാചകമായി ഇത് ഉപയോഗിക്കുന്നു. സർവേ ഭവന്തു സുഖിനഃ. ബൃഹദാരണ്യക ഉപനിഷത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ശ്ലോകാംശമാണ് ഇത്. എല്ലാവരും സുഖമായിരിക്കട്ടെ എന്നാണ് ഇതിന്റെ അർത്ഥം. അഹിംസ പരമോ ധർമ്മഃ. മഹാഭാരതത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു വാചകമാണിത്. അഹിംസയാണ് ഏറ്റവും വലിയ ധാർമ്മിക പുണ്യം. ഗാന്ധിജിയും ശ്രീബുദ്ധനും ഏറ്റവും കൂടുതൽ പ്രചരിപ്പിച്ച ഒരു വാക്കാണിത്. ജ്ഞാനാദേവ തു കൈവല്യം. ശ്രീ ശങ്കരാചാര്യരുടെ വേദാന്ത ദർശനത്തിൽ പരാമർശിച്ചിട്ടുള്ള ഒരു ആശയമാണിത്. അറിവിലൂടെ മാത്രമേ മോക്ഷം ലഭിക്കുകയുള്ളൂ. ഇതാണ് അർത്ഥം. ധാരാളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇത് മുദ്രാവാചകമായിട്ടുണ്ട്. കേരളത്തിലെ ശ്രീ ശങ്കരാചാര്യ സംസ്കൃത സർവകലാശാലയുടെ മുദ്രാവാചകം ആണിത്. യോഗക്ഷേമം വഹാമ്യഹം. ഭഗവത്ഗീതയിലെ 9-ാമത്തെ അധ്യായത്തിലെ 22-ാം ശ്ലോകമാണിത്. നിങ്ങളുടെ ക്ഷേമം ഞാൻ വഹിക്കുന്നു, അല്ലെങ്കിൽ ഇതെന്റെ ഉത്തരവാദിത്തമാണ് എന്നാണ് ഇതിന്റെ അർത്ഥം. ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ LICയുടെ മുദ്രാവാചകമാണിത്.